വണ്ടിയിലേക്ക് കയറുമ്പോൾ അവരുടെ ബാക്ക് ഷോട്ടാണ് വെച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും അങ്ങനെയാണല്ലോ, ബാക്കിലാണല്ലോ ക്യാമറ നിൽക്കുന്നത്. എന്നിട്ട് ഏതവനാണ് ചോദിക്കണത്, എനിക്ക് അവനൊന്ന് കാണുന്നുണ്ട്, അത് ആരാന്നറിയാമോ? പല മീഡിയകളിലും പക്ഷെ ഒരു പയ്യന്റെ ശബ്ദം തന്നെയാണ് എപ്പോഴും കേൾക്കുന്നത്, ആവർത്തിച്ച്. എനിക്ക് തോന്നുന്നു ഭയങ്കര സിമിലർ ആണ് ആ വോയിസ്. അപ്പൊ ആ പയ്യനാണ് പറയുന്നത്, എന്തൊരു വലിയ വണ്ടിയാ. മലയാളികൾക്ക് ഏറെ സുപരിചിതമായിട്ടുള്ള നടിയാണല്ലോ മഞ്ജു പത്രോസ്. TV ഷോസിലൂടെയും അതുപോലെ സിനിമകളിലൂടെയും എല്ലാം നമ്മൾ ഇടയ്ക്കിടെ കാണുന്ന മുഖമാണ് മഞ്ജു പത്രോസിന്റെ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവരുടെ മറിമായത്തിലെയും അതുപോലെ തന്നെ അലയൻസ് എന്ന് പറഞ്ഞ സിറ്റ്കോമിലെയും ഒക്കെയുള്ള പ്രകടനങ്ങളാണ്. എനിവേ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം ഐസ് ബ്രേക്സ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ഒരു ചാനലിന് ഈ പറഞ്ഞ മഞ്ജു പത്രോസ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ അവർ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. മെയിനായിട്ട് ചില ഓൺലൈൻ മീഡിയകളിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവങ്ങളെ കുറിച്ചും തന്റെ കരിയറിന്റെ തുടക്കത്തിലും തനിക്ക് അനുഭവിക്കേണ്ടി വന്ന മോശം അനുഭവങ്ങളെ കുറിച്ചുമെല്ലാം തുറന്ന് സംസാരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. എനിവേ, നമുക്ക് ആദ്യം ഇവരുടെ കരിയറിന്റെ തുടക്കത്തിലുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് സംസാരിച്ച് തന്നെ തുടങ്ങാം. ഇവിടെ മഞ്ജു പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയറിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ അവർക്ക് എന്ത് കാര്യത്തിലും നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് തനിക്ക് കംഫർട്ട് അല്ലാത്ത കാര്യങ്ങളിൽ പോലും ഇല്ല എന്ന് പറയാൻ അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒന്നാമത് മെയിൻ കാരണം അവസരം നഷ്ടപ്പെടുമോ, അതുപോലെ നോ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു. അത് കാരണം മഞ്ജു പത്രോസിന് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് നമുക്കൊന്ന് കണ്ടോക്കാം. മമ്മൂക്ക ചിത്രമാണ്, നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ വേഷത്തിന്റെയോ സ്ക്രീൻ സ്പേസിന്റെ വലുപ്പം നോക്കാൻ നമ്മൾ യെസ് പറഞ്ഞേക്കാം. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതാണ് ഒരു കോസ്റ്റ്യൂം ക്യാരക്ടർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളത് കംഫർട്ട് അല്ലെങ്കിൽ ഓക്കെ അല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കഥാപാത്രം അത് ചിലപ്പോൾ ആവശ്യപ്പെടുന്നുണ്ടായിരിക്കും ആ വേഷം. അതെ, അത് കാക്കനാട് വെച്ചിട്ടായിരുന്നു അതിൻ്റെ നമ്മളെ കുറേ എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ വന്ന് കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ഞാനും ഹസ്ബൻഡും കൂടിയാണ് ഇവരെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയത്. അപ്പോൾ അന്ന് ഈ പറയുന്ന പോലെ അത്ര ഞാൻ ഈ അഭിനയത്തിന് അത്ര സീരിയസ് ആയിട്ടൊന്നും എനിക്ക് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഒരു ക്യാരക്ടർ വരുമ്പോൾ അഭിനയിക്കാൻ എന്തോരം ഉണ്ടെന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ ലൊക്കേഷൻ എവിടെയായിരിക്കും, കോസ്റ്റ്യൂം എന്തായിരിക്കും, ഇത് രണ്ടുമാണ് ഞാൻ നോക്കുന്നത്. കോ ആർട്ടിസ്റ്റ് ഇപ്പോൾ അങ്ങനെ അത്രയും ചോദിക്കാറില്ല, മമ്മൂക്കാൻ്റെ സിനിമയാണല്ലോ എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ പ്ലസ് പോയിന്റ്. വളരെ തുറന്നു പറയട്ടെ, ഇവരൊക്കെ ഇപ്പോഴും നല്ല സൗഹൃദത്തിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. ആരും എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ സെർവൻറ്റിൻ്റെ വേഷമാണ്, നൈറ്റിയോ കോട്ടൺ സാരിയോ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ, ഇത് രണ്ടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയും പറഞ്ഞു, ഇനിയിപ്പോൾ മുണ്ടും ബ്ലൗസ് ആണെങ്കിലും ഒരു തോർത്ത് വേണം, തോർത്ത് വേണം എന്ന് പറഞ്ഞു. ഉട്ടോപ്യൻ രാജാവ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ് ഇവർ പറയുന്നത്. സിനിമയുടെ പേര് ഇവിടെ പറയാൻ കാരണം ഈ ഇന്റർവ്യൂവിൽ ഓൾറെഡി ആ സിനിമയെ കുറിച്ച് ഇവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ കൗമുദി മൂവീസിൽ മുമ്പേ കൊടുത്ത ഇന്റർവ്യൂവിലും മഞ്ജു ചേച്ചി ഈ കാര്യം പറയുന്നുണ്ട്. എന്തായാലും ആ സിനിമയിൽ അവരുടെ ആ ക്യാരക്ടറിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഞാൻ ഇവിടെ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മഞ്ജു ചേച്ചി ചിലപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാൻ ഒട്ടും കംഫർട്ട് അല്ലാതെയാണ് ആ വേഷം ധരിച്ചത് എന്നുള്ളത്. അപ്പൊ ആ വേഷത്തിന്റെ ഫോട്ടോയോ വീഡിയോ ഉൾപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. ചുമ്മാ ആ ഫോട്ടോയും വീഡിയോ ഇവിടെ കാണിക്കുന്നത് അവർക്കൊരു ട്രോമ നൽകുന്ന പോലെ ആകും അത്. അപ്പോൾ അവിടെ മഞ്ജു ചേച്ചി പറഞ്ഞു വെച്ച കാര്യം എന്താണ്, സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അവരോട് പറഞ്ഞ കോസ്റ്റ്യൂം നൈറ്റ് അല്ലെങ്കിൽ സാരി ആയിരുന്നു. പക്ഷേ സിനിമാ സെറ്റിൽ എത്തിയപ്പോൾ അവരോട് പറഞ്ഞ കോസ്റ്റ്യൂം എന്നല്ല കിട്ടിയത്. കിട്ടിയ കോസ്റ്റ്യൂം എന്താണ്, റെഡ് ബ്ലൗസും മുണ്ടും മാത്രം. അതായത് പറഞ്ഞ കോസ്റ്റ്യൂം വേറെ, കിട്ടിയ കോസ്റ്റ്യൂം വേറെ. എന്തായാലും മഞ്ജു ചേച്ചി ഇതിനെ കുറിച്ച് ബാക്കി കൂടി പറയുന്നത് കേട്ടോക്കാം. ലൊക്കേഷനിൽ ചെന്ന് തലേദിവസം ഞങ്ങൾ ചെന്ന് തൊടുപുഴയിലായിരുന്നു. തലേദിവസം ചെന്നു. പിറ്റേ ദിവസം രാവിലെ ലൊക്കേഷനിൽ ചെന്ന് എല്ലാവരും റെഡിയായി. സേതുലക്ഷ്മി അമ്മയുണ്ട് ഇപ്പോൾ അളിയൻസിൽ അഭിനയിക്കുന്ന സേതുലക്ഷ്മി അമ്മ. അപ്പോൾ അമ്മയും ഞാനൊക്കെ ഒരു ഇതിനകത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ബ്ലൗസും മുണ്ടും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഒരു റെഡ് ബ്ലൗസും മുണ്ടും കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കതിനകത്ത് യാതൊരു മൈൻഡുമില്ല, കാരണം എൻ്റെ കോസ്റ്റ്യൂം അതല്ലല്ലോ. എനിക്ക് നൈറ്റിയോ സാരിയോ ഇപ്പോൾ വരൂ എന്നുള്ളതിനകത്ത് ഇങ്ങനെ ഇരിക്കുവാണ് ഞാൻ. ഡ്രസ്സൊക്കെ മുടിയൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും വേടി ഒന്ന് ചേച്ചി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കോസ്റ്റ്യൂം ഏതാ, ഇതായിരിക്കുന്നു ചേച്ചിയുടെ ഫോസ് എപ്പോൾ കൊണ്ടുവച്ചാന്ന് പറഞ്ഞു. ഒരു പെൺകുട്ടിയാണ്. അപ്പം ഞാൻ വേഗം തന്നെ അതെടുത്ത് നോക്കിയപ്പോൾ ബ്ലൗസിങ്ങിന് ഭയങ്കര വൈഡായിട്ട് വൈഡ് നെക്കായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇറങ്ങിയ ഒരു ബ്ലൗസ്. എനിക്ക് പിന്നെ എൻ്റെ കിളി പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് തലവേദന എടുക്കുന്നോ കരച്ചിൽ വരുന്നോ. ഇന്നത്തെ മഞ്ജു ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി പോരും. എനിക്ക് അന്ന് അത്രയ്ക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കരയാൻ തുടങ്ങിയപ്പോൾ സേതുലക്ഷ്മി അമ്മ ഇപ്പോഴും അമ്മ അത് പറയും, ഇന്നത്തെ നീയായിരുന്നില്ല അന്ന് എന്ന് പറയും. അപ്പോൾ അമ്മ പറഞ്ഞു സാരമില്ല മോളെ, നമ്മൾ നാടകത്തിനും ഇതിനൊക്കെ എന്തെല്ലാം വേഷം കിട്ടുന്നു, അതൊക്കെ അഭിനയമായിട്ട് കണ്ടാൽ പോരെ, നീ അത് മറക്ക്, നീ ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് നന്നായിട്ട് അഭിനയിക്കാൻ നോക്ക്. പക്ഷെ എന്നെ അതൊന്നും സമാധാനിപ്പിക്കാൻ പറ്റുന്ന വാക്കുകളൊന്നും ആയിരുന്നില്ല അത്. അമ്മയ്ക്ക് പറ്റുന്ന പോലെ എൻ്റെ പുറകെ നടന്ന് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കൺട്രോളറോടും അവരോടും എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞത്
ഓൾറെഡി അഡ്വാൻസ് തന്ന് ഒരു പടത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം എൻ്റെ അന്നത്തെ ബോധമില്ലായ്മയിൽ ഞാനത് ബ്ലാക്ക് മാർക്ക് ആവോ എന്നുള്ളൊരു സംഭവം അങ്ങനെ പിന്നെ ഇനി വല്ല കേസാവോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. കേസാവോ, ഇനി നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമോ, പരിഹാരത്തിന് എൻ്റെ പൈസ ഇല്ല, ഇനി അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരുമോ, ഇങ്ങനെയൊക്കെയുള്ള പല 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 ചിന്തയിലാണ്. അവസാനം ഞാൻ ഭയങ്കര കരഞ്ഞ് ഈ ബ്ലൗസ് എല്ലാം കൂടി ഇങ്ങനെ ഇപ്പോഴും നോക്കിയാൽ അറിയാം അതിൻ്റെ ആ ബ്ലൗസിൻ്റെ കപ്പ് മാർക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന വലിച്ച് കയറ്റി പിന്നൊക്കെ കുത്തി എന്നോട് ഗ്ലാസ് താഴെ വീണ് പൊട്ടിയിട്ട് അത് എടുക്കണം. ഞാനപ്പോൾ ഇങ്ങനെ എടുക്കുകയുള്ളൂ, അത് ഞാൻ കുനിയേ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അന്നത്തെ ധൈര്യം ഇന്നത്തെ ധൈര്യം അന്ന് ഉണ്ടായിരുന്നില്ല. ഈ സിനിമയിൽ പറഞ്ഞ കോച്ചിങ് നൽകാതെ വേറെ കോച്ചിങ് കൊടുക്കാറുള്ളത് പതിവുള്ള കാര്യം തന്നെയാണ്. നമ്മൾ സ്ട്രിക്റ്റ് ആയി നോ പറഞ്ഞില്ലെങ്കിൽ അവരത് മുതലെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് പല ആർട്ടിസ്റ്റുകളും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഇവർ എതിർത്ത് സംസാരിച്ചാൽ കോൺട്രാക്ട് ഓൾറെഡി ഒപ്പിട്ടതല്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. പല ആളുകളും ഇതോടെ പേടിച്ച് ഇഷ്ടമില്ലാത്ത കോസ്റ്റ്യൂം ധരിച്ച് അവർക്ക് അഭിനയിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ മഞ്ജു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അന്ന് മഞ്ജു ചേച്ചിക്ക് നോ പറയാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് അനുഭവങ്ങൾ കൂടിയതോടെ അവരുടെ ആത്മവിശ്വാസവും വർദ്ധിച്ചു അല്ലേ. ഇന്നായിരുന്നെങ്കിൽ സ്വന്തം കംഫേർട്ടിനും ആത്മാഭിമാനത്തിനും മുൻഗണന നൽകി നോ പറയുമായിരുന്നു എന്ന് ധൈര്യത്തോടെ മഞ്ജു ചേച്ചി തുറന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് എനിക്ക് മഞ്ജു ചേച്ചി വുമൻസ് ഡേയിൽ ചെയ്തൊരു വീഡിയോ ആണ് ഓർമ്മ വന്നത്. വളരെയധികം വൈറലായ ഒരു വീഡിയോ ആയിരുന്നത്. നമ്മൾ നമ്മളുടെ ഡിഗ്നിറ്റി കളഞ്ഞ് ജീവിക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ. നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം കണ്ടു നോക്കാം. ആ വീഡിയോനെ കുറിച്ച് മിവർ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇവിടെ ഇത് പ്ലേ ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോ. ലേഡീസ് നമ്മുടെ വനിതാ ദിനല്ലേ, ലേഡീസ് ഡേ. അപ്പോൾ അതുകൊണ്ടിട്ടൊന്ന് പറയണമെന്ന് തോന്നി. നമ്മൾ എങ്ങനെയും ജീവിക്കാൻ പാടില്ല, ഡിഗ്നിറ്റി കളഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ട കേട്ടോ. നമ്മൾ നല്ല അഭിമാനത്തിൽ തലയുയർത്തി പിടിച്ച് ജീവിക്കുന്നവരാണ്. നമ്മൾ അതാണെങ്കിലും പെണ്ണായാലും ഡിഗ്നിറ്റി കളഞ്ഞിട്ട് ഒരിക്കലും ജീവിക്കരുത്. നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഓരോ യൂട്യൂബേഴ്സ് ഓപ്പോസിറ്റുള്ള ആളോട്, സെലിബ്രിറ്റികളോട് ഇങ്ങനെ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിക്കും. അപ്പോൾ അത് അങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം നമ്മൾ കൊടുക്കുന്നതാണ്. ആ ധൈര്യം നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. എന്നോട് എന്ത് അവൻ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. അതിനപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യം ഒരുത്തിനും കൊടുക്കരുത്. അതാണായാലും പെണ്ണായാലും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടോ എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറേ ഒരു വീഡിയോ ഞാൻ കണ്ടത്, ഇങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ ഒരു സ്ത്രീ കയറുന്നു. അപ്പോൾ ബാക്കിൽ കുറേ യൂട്യൂബേഴ്സ് വന്നിട്ട് എന്ത് വലിയ വണ്ടിയാ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് പിടിച്ചിരിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഒരിക്കലും ചെയ്യാം. ആ ഒരു അവസരം നമ്മൾ ഒരുത്തരം ഉണ്ടാക്കി കൊടുക്കരുത്. എന്നോട് അത് പറയാൻ അവൻ പേടിക്കണം. അത് ഒരുത്തിനെ പോയി അടിച്ചിട്ടൊന്നുമല്ല പേടി ഉണ്ടാക്കേണ്ടത്. അത് നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസാരം ഒക്കെയാണ്. മഞ്ജു ചേച്ചി ഇവിടെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ സ്വയം സെലിബ്രിറ്റീസ് എന്ന് വിളിച്ച് നടക്കുന്ന കുറെ ആളുകൾക്കുള്ള ഒരു കൊട്ട് തന്നെയാണ് ഇത് പറയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? എനിക്ക് എന്തായാലും രേണുസുധിയെ തന്നെയാണ് ഫസ്റ്റ് ഓർമ്മ വരുന്നത്. ഇതിനു മുമ്പേ തന്നെ വട കഴിച്ചിട്ടുണ്ട് എന്നൊരു ഓൺലൈൻ മീഡിയക്കാരൻ ചോദിച്ചപ്പോൾ നെഗറ്റീവ് ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് എൻജോയ് ചെയ്ത് അതിന് മറുപടി പറഞ്ഞിട്ടുള്ള ആളാണ് രേണുസുധി. അതെന്തേലും ആവട്ടെ, ആ തീട്ടക്കേസിനെ കുറിച്ച് ഞാനൊന്നും പറയാൻ താല്പര്യപ്പെടുന്നതേ ഇല്ല. രേണുസുധി മാത്രമല്ല, ഇതുപോലത്തെ കുറെ എണ്ണുണ്ട്. എന്ത് ചോദിച്ചാലും വിളിച്ചോണ്ടിരിക്കുന്നവർ. സെൽഫ് റെസ്പെക്ട് എന്നൊന്നും ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിനെക്കുറിച്ച് ബാക്കി ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്. മഞ്ജു ചേച്ചി കുറച്ച് ഡീറ്റെയിൽ ആയി അതിൽ ബാക്കി പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്നും കണ്ടോക്കാം. മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ. കുറച്ച് മുമ്പ് വരെ എനിക്ക് തോന്നുന്നു ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 2 ഇയർ ബാക്ക് ഒക്കെ വരെ ഇങ്ങനെ നമ്മളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പുറകെ വരുന്ന അത്തരത്തിലുള്ള രീതികളൊക്കെ ഉണ്ടായിരുന്നോ? ഈവന്റ്സുകളായിട്ട് രീതിയിലേക്കുള്ള മീഡിയകൾ ഉണ്ടായിട്ട്, പക്ഷെ അത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ഞാനൊന്ന് വന്ന ടൈം അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു 5 വർഷം മുന്നോട്ട് നീങ്ങിയാകുമ്പോഴും ഇങ്ങനെയൊന്നുമില്ല. ഇത് ഞാൻ കണ്ടേക്കുന്ന ഈ ബോളിവുഡിലും ഹോളിവുഡിലൊക്കെ സെലിബ്രിറ്റീസ് വരുമ്പോൾ കുറെ പേര് മാം ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിവിടെ വന്നപ്പോൾ ഒരു കൗതുകം ഉണ്ടായി തീർച്ചയായിട്ടും. പക്ഷെ അതിനുശേഷം പിന്നീട് വന്നത് ഞാൻ ഭയങ്കര അത് ഞാൻ റിവൈൻഡ് ചെയ്ത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണോ ചോദിക്കുന്നത്? എന്ത് ധൈര്യമാണ് അങ്ങനെ സെലിബ്രിറ്റിനോടെന്നല്ല, ഒരു സ്ത്രീയോടോ ഒരു പുരുഷനോടോ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഇതിപ്പോൾ X or Y ആരോടും ആയിക്കോട്ടെ, ഞാൻ ഒരാളെയും ഉദ്ദേശിച്ച് തന്നെയല്ല പറഞ്ഞത്. ഞാൻ ആ പെർട്ടിക്കുലർ രീതികളെയാണ് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിച്ചത്. അതിപ്പോൾ മഞ്ജു പത്രോസ് ആണെങ്കിലും രേണുസുധി ആണെങ്കിലും രോഹനാണെങ്കിലും ആരോടാണെങ്കിലും ഇത്തരം പ്രവണതകൾ നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. എന്താണെന്നറിയാമോ, ഇത് ഭയങ്കര നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇവിടെ ഇങ്ങനെയാണ് ഇത് വേണ്ടത് എന്നുള്ളൊരു ധാരണ വരും. അങ്ങനെയല്ല, ഇവിടെ അങ്ങനെയല്ല. ഇത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഒരാള് വണ്ടിയിലോട്ട്, അത് തീർച്ചയായിട്ടും ഈ പ്രസ്തുത വ്യക്തിയെക്കുറിച്ചല്ല ഞാൻ, അത് വേറൊരു വീഡിയോ ആയിരുന്നു. വണ്ടിയിലോട്ട് ഒരു പെൺകുട്ടി കയറുന്നു. ഇനിയിപ്പോൾ അവരുടെ അത് ആരാന്ന് പറയുന്നില്ല, അത് ഈ പറയുന്ന ആളല്ല. വണ്ടിയിലേക്ക് കയറുമ്പോൾ അവരുടെ ബാക്ക് ഷോട്ടാണ് വെച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും അങ്ങനെയാണല്ലോ, ബാക്കിലാണല്ലോ ക്യാമറ നിൽക്കുന്നത്. എന്നിട്ട് ഏതവനാണ് ചോദിക്കുന്നത്, എനിക്ക് അവനൊന്ന് കാണുന്നുണ്ട്, അത് ആരാന്നറിയാമോ? പല മീഡിയകളിലും പക്ഷെ ഒരു പയ്യന്റെ ശബ്ദം തന്നെയാണ് എപ്പോഴും കേൾക്കുന്നത്, ആവർത്തിച്ച്. എനിക്ക് തോന്നുന്നു ഭയങ്കര സിമിലർ ആണ് ആ വോയിസ്. അപ്പൊ ആ പയ്യനാണ് പറയുന്നത്, അതെ ആ പയ്യൻ തന്നെ ഈ പെർട്ടിക്കുലർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ ചെറുക്കൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആരാന്ന് എനിക്കറിയില്ല. എന്തൊരു വലിയ വണ്ടിയാ എന്ന് പറഞ്ഞു. ഓക്കെ, ആ വണ്ടിയാണെന്ന് പറഞ്ഞത് തെറ്റ്. കാരണം ഒരു വണ്ടിയെ നമ്മൾ എന്തൊരു വലിയ വണ്ടിയാണെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം?
ആ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ കാണണം, അല്ലെങ്കിൽ വണ്ടി മൊത്തത്തിൽ കാണണം. ഇപ്പോഴൊക്കെയാണ് എന്തൊരു വണ്ടിയാണെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. ഇത് ഒരു വണ്ടിയുടെ ഡോർ മാത്രം വെച്ചിട്ട് എന്തൊരു വലിയ വണ്ടിയാണെന്ന് ചോദിക്കുന്നതിനകത്ത് വൃത്തികേടല്ലേ? ശരിയാണ്. ഇപ്പൊ കുറച്ചായിട്ടുള്ള ഈ ഓൺലൈൻ മീഡിയാസിനെ വെറുപ്പിക്കൽ തുടങ്ങിയിട്ട്. പണ്ട് നീലക്കൂലായിരുന്നു ഇതിന്റെ മെയിൻ. നീലക്കൂലിന്റെ പിൻഗാമികളാണ് ഇപ്പോൾ ഉള്ളതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവര് സെലിബ്രിറ്റീസ് പോകുമ്പോൾ ക്യാമറ എടുത്ത് സൂം ചെയ്ത് അങ്ങ് പോകും. എന്നാൽ അവർക്ക് വേണ്ട ഭാഗം, പ്രത്യേകിച്ച് ക്ലീവേജിന്റെ ഒക്കെ ഭാഗം നല്ലോണം സൂം ചെയ്ത് ഫോട്ടോസും വീഡിയോസ് എടുക്കും. ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി. ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂവിൽ തന്നെ ഈ ഓൺലൈൻ മീഡിയക്കാർ ആരെ കുറിച്ചാണ് ഡബിൾ മീനിങ് വർത്താനം പറഞ്ഞത് എന്ന് മഞ്ജു ചേച്ചി പറയുന്നില്ല. എന്തായാലും നല്ല വണ്ടി എന്ന് പറഞ്ഞത് എന്തായാലും വണ്ടിയെ പറ്റിയല്ല എന്ന് പറഞ്ഞെന്നുള്ളത് ഉറപ്പാണ്. എന്താ ഇപ്പൊ നാടിന്റെ അവസ്ഥ? മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന മോശം കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കപ്പെടേണ്ട മീഡിയ ആണ് ഇതുപോലത്തെ മോശം കാര്യങ്ങൾ പറയുന്നതും താല്പര്യമില്ലാത്ത ആംഗിളിൽ നിന്നുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ പബ്ലിക്കിൽ ഷെയർ ചെയ്യുന്നതും. മഞ്ജു ചേച്ചി പറയുന്നത് പോലെ ഇതൊരിക്കലും നോർമലൈസ് ചെയ്യപ്പെടേണ്ട ഒന്നല്ല. ഇതുപോലുള്ള ഓൺലൈൻ മീഡിയാസിന് വളം വെച്ച് കൊടുക്കുന്നതും സോ കോൾഡ് സെലിബ്രിറ്റീസ് തന്നെയാണ്. എന്ത് ഡബിൾ മീനിങ് ചോദ്യങ്ങൾ ചോദിച്ചാലും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഓൺലൈൻ മീഡിയക്കാരും എന്തും ചോദിക്കാനുള്ള ലൈസൻസ് ആയി ഇതിനെ കണക്കിലെടുത്തിരിക്കുകയാണ്. ഒരു തവണ ഇങ്ങനെയുള്ള ചോദ്യങ്ങളോട് രൂക്ഷമായ മറുപടി പറഞ്ഞാൽ പിന്നെ അവർക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു ഭയം ഉണ്ടാവും. ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? പിന്നെ റീച്ചിനും ഫെയിമിനും വേണ്ടി ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് മനഃപൂർവ്വം ഇത്തരം ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഉദാഹരണം എടുത്ത് പറയുകയാണെങ്കിൽ രേണുസുതി. എവിടെ പോയാലും ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് അങ്ങോട്ട് ഡബിൾ മീനിങ് ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ പുള്ളിക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ രേണുസുതി അങ്ങനത്തെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് വരുന്ന പല ആളുകളും ഈ ട്രെൻഡ് പിന്തുടരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് എന്തെങ്കിലും ഡബിൾ മീനിങ് ചോദ്യങ്ങൾ ചോദിപ്പിക്കുക, അതിന് ഡബിൾ മീനിങ്ങിൽ മറുപടി പറയുക, അതുവഴി സോഷ്യൽ മീഡിയയിൽ ഒരു വിവാദം ഉണ്ടാക്കുക, അതുവഴി റീച്ചും ഫെയിം ഉണ്ടാക്കിയെടുക്കുക. ഇത് നോക്കിക്കോളൂ, ഇനി വരും കാലങ്ങളിൽ ഒരു ട്രെൻഡായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ കുറെയൊക്കെ ട്രെൻഡ് ആയി കഴിഞ്ഞു. എല്ലാവർക്കും എങ്ങനെയെങ്കിലുമൊക്കെ റീച്ച് ഉണ്ടാക്കിയാൽ മതി. എന്തിനു പറയുന്നു, ഈ അടുത്ത് ആറ്റുകാൽ പൊങ്കാലിന്റെ സമയത്ത് പല സെലിബ്രിറ്റീസിന്റെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടതാണ്. പൊങ്കാലിടുന്ന വീഡിയോസ് വരെ വളരെ വൃത്തികെട്ട ആംഗിളിൽ എടുത്ത് ഈ ഓൺലൈൻ മീഡിയക്കാർ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കണ്ടല്ലോ. അതിനെക്കുറിച്ച് മുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തതുമാണ്. പിന്നെ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ ഇത്തരം വീഡിയോസിന് മനഃപൂർവ്വം നിന്ന് കൊടുക്കുന്നവരുമുണ്ട്. എന്നാൽ എന്റെ ക്ലീവേജ് എടുത്തോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് കൊടുക്കുന്നവരുമുണ്ട്. അത് വേറെ കാര്യം. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ആരാധനാ കർമ്മമാണ് ചെയ്യുന്നത്. അവിടെ പോലും ഓൺലൈൻ മീഡിയക്കാരുടെ ഇത്തരം കടന്ന കയറ്റത്തെ ഒരു തരത്തിലും നോർമലൈസ് ചെയ്യാൻ പാടില്ല. ഇനി ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോയ മഞ്ജു ചേച്ചിക്കും മുമ്പ് ഒരിക്കൽ ഇത്തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പുളിമൂട്ടിൽ പൊങ്കാല ഇടാൻ പോയ സമയത്ത് മഞ്ജു ചേച്ചിക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവത്തെ കുറിച്ച് ഈ ഇന്റർവ്യൂവിൽ മഞ്ജു ചേച്ചി പറയുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അവസരം നൽകാതെ ഈ ഓൺലൈൻ മീഡിയക്കാർ എല്ലാവരും കൂടി വന്ന് വളയുകയായിരുന്നു. ഈ പൊങ്കാല ഇടുന്ന സമയത്ത് ചുറ്റും വളരെയധികം പുകയുണ്ടാകും. അപ്പൊ ഈ പുകയിലും ചൂടിലും പലർക്കും അവരുടെ കോച്ചിങ് ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടൂല. ഈ സമയത്താണ് ഓൺലൈൻ മീഡിയക്കാർ സൂം ചെയ്ത് വീഡിയോ എടുക്കാറ്. അങ്ങനെ ആ സമയത്ത് മഞ്ജു ചേച്ചിക്ക് ഉണ്ടായ അനുഭവം ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടോക്കാം. ഒരു നാടിനെ മുഴുവൻ ചുട്ടിരിക്കാൻ പ്രാപ്തിയുള്ള ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് പൊങ്കാലയിടാൻ പോകുന്നതാണ് നമ്മൾ. കുറച്ചൊക്കെ കോമൺ സെൻസ് വേണമെന്ന് എനിക്ക് തോന്നിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഞാൻ പുളിമൂട് അവിടെയാണ് പൊങ്കാലയിടാനിരുന്നത്. പുളിമൂട് ജംഗ്ഷനിൽ അവിടെ സെക്രട്ടറിയേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളിലേക്കുള്ളൊരു വഴിയിലായിരുന്നേ. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല, സുഖമായിട്ട് ഇടാനൊക്കെ പറ്റി. കുറേ കഴിഞ്ഞപ്പോൾ മീഡിയാസ് ഇങ്ങ് വരാൻ തുടങ്ങി. അതായത് ഈ തീ കത്തിക്കുന്ന ടൈം ആയപ്പോഴത്തേക്കും മീഡിയാസ് വരാൻ തുടങ്ങി. പിന്നെ ഇത് പ്രാർത്ഥിക്കാൻ പറ്റണ്ടേ? നമ്മൾ എന്തിനാ പോയിരിക്കുന്നത്? നമുക്ക് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കണം. അതിന്റെ ബോറടിക്കുന്നുണ്ടോ? ഞാൻ അതിന്റെ മുമ്പ് ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അതിന് മുൻപ് ഞാൻ ശാസ്തമംഗലത്താണ് ഇട്ടത്. അപ്പൊ ഞാൻ ഭയങ്കര സുഖമായി, എനിക്ക് ആ പൊങ്കാല കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷവും തൃപ്തിയും. നമ്മൾ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനകൾ ഈശ്വരൻ്റെ അടുത്ത് എത്തൂല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചില ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാതെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും, ഒരു വല്ലാത്ത സന്തോഷമൊക്കെ കിട്ടും. അന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു അന്ന്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പോകുന്നത്. പ്രാർത്ഥിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ദേഷ്യം വരുന്ന എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞാൽ മതി എന്നൊക്കെ ആയിപ്പോയി. കാരണം ഇങ്ങനെ 5-6 പേര് ഇങ്ങനെ വരുന്നു, അവർ തീ കത്തിക്കുന്നപ്പോൾ ഈ അടുപ്പ് കൊളുത്തി കഴിയുമ്പോൾ തന്നെ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര വെയിൽ വരും. നമുക്ക് തീരെ ഇപ്പം ശീലമില്ലാത്ത, പണ്ടൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പം അങ്ങനെ അധികം ആർക്കും തീയിൽ കത്തിച്ച് ശീലമില്ല. പുക ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ അടുപ്പിൻ്റെ മാത്രമല്ല, ചുറ്റുമുള്ള അടുപ്പിൻ്റെ പുക ഇങ്ങ് വരും. കണ്ണിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് നമുക്ക് നമ്മുടെ കോസ്റ്റ്യൂം എങ്ങനെയാണെന്നൊന്നും നമുക്ക് അന്നേരം മനസ്സിലാവില്ല. എല്ലാം കണ്ണൊക്കെ തുടയ്ക്കാനും നമ്മൾ. അപ്പം ഈ സമയത്താണ് ഇവർ ഇത് നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ എല്ലാ തെറ്റും മീഡിയയുടെ പേരിൽ പറയല്ല. പക്ഷെ എന്തുകൊണ്ട് ഷൂട്ട് ചെയ്യരുതെന്ന് പറഞ്ഞില്ല? അതാ ഓൾറെഡി ചോദ്യങ്ങൾ വന്നു. അപ്പൊ നമുക്ക് അതേ രീതിയിലേക്ക് തന്നെ നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടെന്ന് നമുക്ക് പറയാമല്ലോ. ആ വോയിസ് എന്തുണ്ടാകും? അത് അവരോടൊക്കെ ചോദിച്ചാൽ കിട്ടേടാ, എന്ത് പറയാനായിട്ട്, അത് പ്രാർത്ഥിക്കട്ടേടാ. ഇതിന്റെ ഇടയ്ക്ക് സിനിമയുടെ കുറിച്ച് ചോദിച്ച ആൾക്കാർ വരെ ഉണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് ഇവിടുത്തെ അതല്ലല്ലോ ഇവിടുത്തെ മാറ്റർ, ഞാൻ പൊങ്കാലിടാൻ വന്നല്ലേ, പ്രാർത്ഥിക്കട്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവർ അങ്ങനെ പറഞ്ഞാൽ പോകുന്ന ആൾക്കാരല്ല. അങ്ങനെ പോവില്ല അവര് ഓക്കെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട, അവിടെ നിന്ന് ഷൂട്ട് ചെയ്യും. അവിടെ വെറുതെ നിന്ന് അവരത് ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കും.
കേട്ടല്ലോ, ഈ ഓൺലൈൻ മീഡിയാസിനോട് എത്ര നോ പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല. അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന വീഡിയോസ് കിട്ടുന്നത് വരെ അവരെടുത്തോണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തവണ പൊങ്കാലയുടെ സമയത്ത് മഞ്ജു ചേച്ചി എന്താക്കി, ആരും അറിയാത്ത ദൂര സ്ഥലത്ത് പോയി പൊങ്കാലിട്ട് തിരിച്ചു വന്നു. എന്തായാലും ഇനിയെങ്കിലും ഇത്തരം വിശ്വാസ ആചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഓൺലൈൻ മീഡിയക്കാർ കുറച്ചുകൂടി ഒരു മാന്യത കാണിക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ വരുന്ന ഭക്തർക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന തരത്തിൽ ഓൺലൈൻ മീഡിയക്കാരെ റെസ്ട്രിക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഗവൺമെന്റ് തന്നെ അതിനുള്ള നിയമങ്ങൾ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിന് കൂടുതൽ എടുത്തു പറയുന്നത് മുമ്പൊരിക്കലും നമ്മൾ പറഞ്ഞൊരു സംഗതിയാണ്, എന്നാലും വീണ്ടും പറയാണ്, ഈ റീച്ചിനും ഫെയിമിനും വേണ്ടി പൊങ്കാലിടാൻ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്തിനു പറയുന്നു, പല ഓൺലൈൻ മീഡിയക്കാരെയും അങ്ങോട്ട് വിളിച്ച് ഞാൻ പൊങ്കാലിടാൻ പോവാണ് കേട്ടോ, നിങ്ങൾ അവിടെ എത്തണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പൊങ്കാലിടാൻ പോകുന്ന പല ആൾക്കാരുണ്ട്. അതായത് ഇവർ പൊങ്കാലിടാൻ പോകുന്നതിന്റെ മുമ്പേ കൃത്യമായിട്ട് ഇവർ ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ച് ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്ന സ്പോട്ടിലായിരിക്കും ഉണ്ടാവുക, എന്തായാലും നിങ്ങൾ അവിടെ എത്തണം എന്ന് പറയും. അതനുസരിച്ച് മീഡിയാസ് അവിടെ എത്തുകയും ചെയ്യും. എല്ലാവരും അങ്ങനെ ഫെയിമിന് വേണ്ടി പൊങ്കാലിടാൻ പോകുന്നവരാണെന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഫെയിമിന് വേണ്ടി ആചാരങ്ങൾ ചെയ്യുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. പിന്നെ അതേപോലെ തന്നെ മീഡിയക്കാർ തന്നെ സെലിബ്രിറ്റീസിനെ വിളിച്ച് ഞങ്ങൾ ഇന്ന ലൊക്കേഷനിലായിരിക്കും വീഡിയോ ചെയ്യുക, അവിടെ പൊങ്കാലിടാൻ എത്താവുമോ എന്ന് അങ്ങോട്ട് ചോദിക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട്. വേണമെങ്കിൽ മീഡിയക്കാർ അവിടെ ഇവർക്ക് പൊങ്കാലിടാനുള്ള സ്പേസ് ഒരുക്കാനും കൂടി തയ്യാറാണ്. എന്തായാലും ഇതിനൊക്കെ വേണ്ടിയുള്ള മീഡിയക്കാരുടെ ഡെഡിക്കേഷൻ നിങ്ങൾ ആരും കാണാണ്ട് പോരുത്. ഇതിനെക്കുറിച്ച് മഞ്ജു ചേച്ചിയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അതോടെ പ്ലേ ചെയ്യാം. തോന്നുന്നു വിശ്വാസങ്ങൾക്ക് അപ്പുറത്തേക്ക് കുറച്ചുകൂടി സജീവമായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയിക്കണം. എനിക്ക് സീരിയസ് ആയിട്ട് അത് തോന്നിച്ചിട്ടുണ്ട്. പല ഓൺലൈൻ മീഡിയാസും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഞങ്ങളെ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്, പൊങ്കാലയുടെ ടൈമിൽ അങ്ങനെ പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്തേക്ക് ഇതൊരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ അധികമൊന്നും ആയില്ല പൊങ്കാലയിടാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ, ഈ പൊങ്കാലയുടെ തലേ ദിവസം നമ്മൾ വെറുതെ തമ്പാനൂർ വഴിയൊക്കെ ഒന്ന് പോയി നോക്കണം. ചെറിയ കുഞ്ഞു മക്കളെ കൊണ്ട് പൊരിവെയിലത്ത് തലേ ദിവസം മുതലേ വന്ന് കിടക്കുന്ന സാധു മനുഷ്യരുണ്ട്. അവരൊക്കെ പ്യുവറായിട്ടുള്ള അവർക്കൊന്നും ഒരു മീഡിയയിലും വരാനുള്ള ആൾക്കാരല്ല. അവരെല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഭക്തിയുടെ പേരിൽ തമ്പാനൂർ കുടയില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ ടാറിൻ്റെ ചൂട് ഇതെല്ലാം എല്ലാവരും അങ്ങനെ വന്ന് കിടന്ന് കഷ്ടപ്പെട്ട് ദേവിനോട് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വേണ്ടി വരുന്നവരാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ കാണുമ്പോൾ സീരിയസ്ലി എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. കേട്ടല്ലോ, പൊങ്കാലയുടെ തലേ ദിവസം മുതൽ തന്നെ ചെറിയ കുട്ടികളുമായി കഠിന ചൂടിലും അസൗകര്യങ്ങളിലും ഒക്കെ നിന്നുകൊണ്ട് ഭക്തിയോടെ കാത്തു നിൽക്കുന്ന സാധാരണ മനുഷ്യരുടെ സമർപ്പണമാണ് ഈ പറയുന്ന പൊങ്കാല. ഇതിൽ നമുക്ക് അവരുടെ വിശ്വാസവും ഭക്തിയും ഒക്കെ കാണാം. ഈ സന്ദർഭങ്ങളിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം പൊങ്കാല ഇടാൻ പോകുന്നവരോട് എനിക്ക് പുച്ഛം മാത്രമാണ് തോന്നുന്നത്. മാധ്യമ ശ്രദ്ധയോ പൊതുജന പ്രശസ്തിയോ ഒന്നും ഇല്ലാതെ ആത്മീയ സംതൃപ്തിക്കായി പൊങ്കാല ഇടുന്നവരുണ്ട്. അവരെയും ചിലപ്പം ഈ ഓൺലൈൻ മീഡിയക്കാര് മോശം ആംഗിളിൽ എടുത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യും. അതിനൊന്നും നാറിത്തരുന്നല്ലാതെ വേറൊന്നും വിളിക്കാനില്ല. ഇത് ഷോ ഓഫ് ചെയ്യാനുള്ള സ്ഥലമല്ല. ഷോ ഓഫ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇനോഗ്രേഷൻ പരിപാടികളിലോ മറ്റു പല പരിപാടികളിലോ കാണിക്കാം. ഈ ആറ്റുകാൽ പൊങ്കാലിന്റെ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ നടത്തുമ്പോൾ അവിടെ ഭക്തിയോടെ പൊങ്കാല ഇടുന്നവരുടെ ആത്മാർത്ഥതയും കൂടിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.